ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. നോമ്പിന്റെ 28-ാം ദിനമായ ഇന്ന് അല്പസമയത്തെ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം സംഖ്യാപുസ്തകം 21-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള ദൈവവചനങ്ങൾ. അദാരീം വഴിയായി വരുന്നുവെന്ന് തെക്കേ ദേശത്ത് വസിച്ചിരുന്ന കനാന്യനായ അരാദ് രാജാവ് കേട്ടപ്പോൾ അവൻ ഇസ്രായേലിനോട് യുദ്ധം തുടങ്ങി ചിലരെ പിടിച്ചു കൊണ്ടുപോയി. അപ്പോൾ ഇസ്രായേൽ യഹോവയ്ക്ക് ഒരു നേർച്ച നേർന്നു, ഈ ജനത്തെ നീ എന്റെ കയ്യിൽ ഏൽപ്പിച്ചാൽ ഞാൻ അവരുടെ പട്ടണങ്ങൾ ശബ്ദാർപ്പിതമായി നശിപ്പിക്കും എന്ന് പറഞ്ഞു. യഹോവ ഇസ്രായേലിന്റെ അപേക്ഷ കേട്ടു, കനാന്യരെ ഏൽപ്പിച്ചു കൊടുത്തു. അവൻ അവരെയും അവരുടെ പട്ടണങ്ങളെയും ശബ്ദാർപ്പിതമായി നശിപ്പിച്ചു. ആ സ്ഥലത്തിന് ഹോർമ എന്ന് പേരായി. പിന്നെ അവർ ഏദോം ദേശത്തെ ചുറ്റിപ്പോകാൻ ഹോർ പർവ്വതത്തിൽ നിന്ന് ചെങ്കടൽ വഴിയായി യാത്ര പുറപ്പെട്ടു. വഴി നിമിത്തം ജനത്തിന്റെ മനസ്സ് ക്ഷീണിച്ചു. ജനം ദൈവത്തിനും മോശയ്ക്കും വിരോധമായി സംസാരിച്ചു. മരുഭൂമിയിൽ മരിക്കേണ്ടതിന് നിങ്ങൾ ഞങ്ങളെ മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന എന്തിന്? ഇവിടെ അപ്പവുമില്ല വെള്ളവുമില്ല, ഈ സാരമില്ലാത്ത ആഹാരം ഞങ്ങൾക്ക് വെറുപ്പാകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യഹോവ ജനത്തിന്റെ ഇടയിൽ അഗ്നിസർപ്പങ്ങളെ അയച്ചു, അവ ജനത്തെ കടിച്ചു. ഇസ്രായേലിൽ വളരെ ജനം മരിച്ചു. ആകയാൽ ജനം മോശയുടെ അടുക്കൽ വന്ന്, ഞങ്ങൾ യഹോവയ്ക്കും നിനക്കും വിരോധമായി സംസാരിച്ചതിനാൽ പാപം ചെയ്തിരിക്കുന്നു. സർപ്പങ്ങളെ ഞങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളവാൻ യഹോവയോട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. മോശ ജനത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു. യഹോവ മോശയോട്, ഒരു അഗ്നിസർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിന്മേൽ തൂക്കുക, കടി ഏൽക്കുന്നവൻ ആരെങ്കിലും അതിനെ നോക്കിയാൽ ജീവിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ മോശ താമ്രം കൊണ്ട് ഒരു സർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിന്മേൽ തൂക്കി. പിന്നെ സർപ്പം ആരെയെങ്കിലും കടിച്ചിട്ട് അവൻ താമ്രസർപ്പത്തെ നോക്കിയാൽ ജീവിവചനങ്ങൾ. അരാബ് രാജാവിനെതിരെ വിജയം നേടിയ ഇസ്രായേൽ മക്കൾ യഹോവയോട് നന്ദിയുള്ളവർ ആയിരുന്നു. എങ്കിലും കഠിനയാത്ര മൂലം അവരുടെ മനസ്സ് ക്ഷീണിക്കുവാനും പിറുപിറുക്കുവാനും ആരംഭിച്ചു. അവർ യഹോവയ്ക്ക് വിരോധമായും സംസാരിച്ചു. അവർ മോശയ്ക്ക് വിരോധമായി സംസാരിച്ചപ്പോൾ മോശ ദൈവം അയച്ച പ്രവാചകനാണെന്ന് പോലും അവർ ചിന്തിക്കുന്നില്ല. അവർ ആഹാരത്തിനും വെള്ളത്തിനും പോലും പരാതി പറഞ്ഞ് ദൈവത്തിന് വിരോധമായി സംസാരിക്കുന്നു. ദൈവം തങ്ങളെ നടത്തിയ വിധങ്ങളെ അവർ വേഗത്തിൽ മറന്നു. നാമും പലപ്പോഴും ഇസ്രായേൽ ജനത്തെ പോലെ ആകാറില്ലേ? ദൈവം സൃഷ്ടിച്ച ഈ ഭൂമിയും വെള്ളവും വായുവും എല്ലാം നാം യഥേഷ്ടം കൈകാര്യം ചെയ്ത് എന്തെങ്കിലും നമ്മുടെ ഹിതത്തിന് എതിരായി വരുമ്പോൾ ദൈവത്തെ നാം കുറ്റം പറയാറില്ലേ? നാം നമ്മുടെ മാതാപിതാക്കളെ കുറിച്ചും മക്കൾ, അയൽക്കാർ, സഹപ്രവർത്തകർ, ഇങ്ങനെ എല്ലാവരെയും കുറിച്ച് പരാതി പറയാറില്ലേ? അപ്പോൾ നാമും ഇസ്രായേൽ ജനത്തെ പോലെ തന്നെ ദൈവത്തിന് വിരോധമായി സംസാരിക്കുകയല്ലേ? ഇവരെല്ലാം നമ്മുടെ ജീവിതയാത്രയിൽ ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നമ്മെ സഹായിക്കുകയും നിലനിർത്തുകയും ചെയ്യുന്നു എന്ന കാര്യവും നാം മറന്നു പോകുന്നില്ലേ? എന്നാൽ ഇസ്രായേൽ ജനം അഗ്നിസർപ്പത്തിന്റെ കടിയേറ്റപ്പോൾ ദൈവത്തോട് അനുദപിക്കുന്നത് കാണാൻ കഴിയും. അവർ മോശയോട് അഗ്നിസർപ്പത്തെ തങ്ങളുടെ ഇടയിൽ നിന്നും മാറ്റുവാൻ ദൈവത്തോട് അപേക്ഷിക്കണം എന്ന് പറയുന്നു. മോശ ഭയത്തോടെയാണെങ്കിലും ദൈവത്തോട് ജനത്തിനു വേണ്ടി അപേക്ഷിക്കുന്നു. നാം ഭയത്തിലാകുമ്പോൾ ആരുടെ അടുക്കലാണ് അഭയം തേടുന്നത്? പ്രയാസങ്ങൾ നേരിടുമ്പോൾ നമ്മുടെ വിശ്വാസം പതറിപ്പോകാറില്ലേ? ലൗകിക രീതിയിൽ അവയ്ക്ക് പരിഹാരം തേടാറില്ലേ? എന്നാൽ അവ നമുക്ക് ശാശ്വത പരിഹാരം കണ്ടെത്തി തരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ദൈവത്തെ അനുസരിച്ചാൽ മാത്രമേ നമ്മുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം ലഭിക്കുകയുള്ളൂ. ഈ നോമ്പ് കാലങ്ങളിൽ നാം ലോകത്തിൽ ആശ്രയിക്കുന്നവരായി തീരാതെ ദൈവത്തെ അനുസരിക്കുന്നവർ ആയിത്തീരാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അത്യധികമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, വീണ്ടും ഒരു പ്രാവശ്യം കൂടി അവിടുത്തെ നോമ്പിനെ കുറിച്ച് ധ്യാനിക്കുവാൻ തന്ന അവസരത്തിനായിട്ട് സ്തോത്രം. ദൈവം നമ്മെ പരീക്ഷിക്കുമ്പോൾ നാം ഇസ്രായേൽ ജനത്തെ പോലെ ദൈവത്തോട് പിറുപിറുക്കാതെയും വിരോധമായി സംസാരിക്കാതെയും ദൈവത്തോട് നന്ദിയുള്ളവരായി തീരുവാൻ ഓരോ ദിനവും ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സകലതും യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.